ചേച്ചി ചേച്ചി എന്തോന്ന് പറഞ്ഞു വായിച്ചോണ്ടിരിക്കണ കണ്ടില്ലേ? ചേച്ചി ചെന്നൈ പോയതിനു ശേഷം ചേച്ചിക്ക് ആരോഗ്യം വെച്ചു. അതിന് ചേച്ചി കൊറേ നാളായില്ലേ നമ്മള് മുട്ടിയിട്ട്, ഒന്ന് മുട്ടിയാല. നിനക്ക് എന്തോന്ന് വെച്ചാ വയ്യേ പോയാട്ടെന്ന്. അപ്പൊ ചേച്ചിക്ക് ശക്തിയില്ല അല്ലേ? നിനക്കിപ്പോ എന്താണ് പ്രശ്നം? ചേച്ചി എന്റെ കൂടെ മുട്ടുന്ന ഇച്ചിരി വലുതായെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും പഴച്ചെടുക്കില്ല ഏട്ടാ. ഞാൻ നല്ലൊരു ഇടി ഞാൻ അപ്പുറത്ത് പോയി കിടക്കും. ഇടി വേണോ നിനക്ക്? ആ എന്നാ പിന്നെ എനിക്കൊന്ന് നോക്കണമല്ലോ. എന്തോ നീ രാവിലെ തന്നെ ഫൈറ്റ് മോഡിലാണ്. എന്റെ പാട്ടിന് വിട്ടൂടെ? ഞാൻ ഫൈറ്റ് മോഡ് തന്നെ. ശരി, പിന്നെ പിച്ചയും മാന്തിയും നുള്ളിന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞ ഇല്ല. എന്തിനാണത്? എവള് രാവിലെ തുടങ്ങിയതാണ്. രാവിലെ ഒരു കാര്യമില്ല, എന്നെ ഒന്ന് രണ്ട് തല്ലി. തല്ലിയിരുന്ന കുഴപ്പമില്ലായിരുന്നു. നിക്കില്ല തല്ലെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ പ്രാവശ്യത്തേക്ക് വിട്ടേക്കുന്നു, പിന്നെ പിടിച്ചോളാട്ടാ. ഓ ഇനി എന്റെ മേത്ത് കൈവച്ചാ ഞാൻ അമ്മൂമ്മ വിളിച്ചു വരുത്തും. അറിയാല, അമ്മൂമ്മ ഒന്നാമത്തെ നിന്നെ നോക്കി വെച്ചേക്കുവാ. കയ്യിൽ കീടെ രണ്ടടി ഉറപ്പാണ്. അമ്മൂമ്മ എന്നെ അടിക്കത്തൊന്നുമില്ല. അമ്മൂമ്മക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാ. പിന്നെ ഒരു ജീവൻ വന്നേക്കണ്. ചേച്ചിക്ക് അറിയത്തില്ലേ, അമ്മൂമ്മ സ്വരിക്കൂട്ട് വെച്ചേക്കുന്ന പൈസയൊക്കെ എനിക്ക് വേണ്ടിയാ. ചേച്ചി കേട്ടിട്ടില്ലേ അമ്മൂമ്മ പറയുന്നേ? എന്നിട്ട് എന്താണ് രാവിലെ തന്നെ പിള്ളേരെല്ലാം കൂടെ ഒരു വഴക്ക്? ഇവിടെ വഴക്കുണ്ടാകാൻ പ്രത്യേകിച്ച് കാരണമൊക്കെ വേണം എന്റെ അളിയാ. പ്രത്യേകിച്ച് ശിവചേച്ചി വരുമ്പോ. പെണ്ണ് നിനക്ക് മാത്രമാണ് എന്റെ വിലയിലെത്തത്. അളിയാ കേൾക്കണ അളിയാ, ഞാൻ ഇപ്പൊ കുറച്ചു ദിവസം ആയാലും ഇവിടെ വന്ന് നിക്കുന്നു. ചെന്നൈന്ന് എന്നെ വിളിയോട് വിളി. എന്തോന്ന് ചീത്തവിളിയാ? ചീത്തവിളിയല്ല, തിരിച്ചങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. ഞാൻ എന്താണ് പോവാത്തത്? അമ്മുമ്മക്ക് 24 മണിക്കൂറും എന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. പിന്നെ ഞാൻ എങ്ങനെയാ പോവാ? അത് ശിവാനി പറഞ്ഞത് വളരെ കറക്റ്റാ. ശിവാനി ഇവിടെ ഇല്ലാത്തപ്പോഴേ അമ്മ എപ്പോഴും പറയും, ശിവാനി മോൾ എന്നാ വരിക, ശിവാനി മോൾ എന്നാ വരിക, ശിവാനി മോൾ എന്നാ വരിക. അമ്മുമ്മക്ക് എപ്പോഴും ഞാൻ എന്നുള്ളൊരൊറ്റ വിചാരമേ ഉള്ളൂ. ഇങ്ങനെയുണ്ടോ അമ്മൂമ്മമാരെ കഴിഞ്ഞാ? എന്തൊരു സ്നേഹമാ. പിന്നെ 24 മണിക്കൂർ ശിവ 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 എന്നാണല്ലോ അമ്മൂമ്മയുടെ മനസ്സിൽ. എഴിച്ചു പോടി. പിന്നെന്ത്, അമ്മൂമ്മ 24 മണിക്കൂർ നിന്നെ പറ്റിയാണ് ആലോചിച്ചോണ്ടിരിക്കണത്. അമ്മൂമ്മക്ക് എന്താ വേറെ പണിയില്ല? അതിപ്പോ നീ എന്നെ കളിയാക്കി പറഞ്ഞതാണ്. എങ്കിലും അമ്മൂമ്മക്ക് ഞാൻ ഒരു ദിവസം ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ്. അതെന്താ കാരണമെന്നറിയോ? ചേട്ടൻ എന്തെങ്കിലും വള്ളി പിടിക്കുമോന്ന് ആലോചിച്ചിട്ട്. അത് പറഞ്ഞത് കറക്റ്റ്. എനിക്കും ഉണ്ടാ ടെൻഷൻ. നീ എന്തെങ്കിലും വള്ളി പോയി പിടിക്കുവോ? പക്ഷെ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ അമ്മൂമ്മക്ക് ഭയങ്കര ടെൻഷനാ. അതിന് നീ വീട്ടിൽ എങ്ങോട്ടേക്കാണ് മാറി നിന്നിട്ടുള്ളത്? സ്കൂളിൽ പോവാൻ പോലും നീ ഗേറ്റ് കടന്ന് പോവാറില്ല. അപ്പോഴാണ് മാറി നിക്കണ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇവിടും തല്ലി തീർത്തോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടില് അമ്മൂമ്മക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എന്റെ അടുത്താണ്. എന്റെ അടുത്താണ് സ്നേഹം. നിന്റെ അടുത്തൊക്കെ ചുമ്മാ കാണിക്കണമെന്നേ ഉള്ളൂ. കാരണം എല്ലായിടത്തും തുല്യത വേണമെന്നാണല്ലോ. പിന്നെ ഞാനും അതങ്ങനെ അങ്ങ് വിടും. നിങ്ങൾ ഈ സ്നേഹത്തിന്റെ കാര്യം സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുവാണ്, കണ്ടാ കീരിയും ബാബു പോലെ ആണെങ്കിലും അമ്മമ്മയ്ക്ക് ലച്ചൂസിന്റെ അടുത്ത് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടോന്നൊരു സംശയം എനിക്കുണ്ട് കേട്ടാ. ഓ പിന്നെ അമ്മൂമ്മയുടെ തലവേദനയല്ലേ ചേച്ചി, നാഴിക്ക് 3 വട്ടം പറയുകയും ചെയ്യല്ല. നാഴിക്ക് 3 വട്ടം? എന്തോന്ന്? നാഴികയ്ക്ക് 40 വട്ടം. എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അതിന്റെ ബാക്കി പറയാൻ നിൽക്കല്ലേ ഏട്ടാ, തെറ്റിപ്പോ ഇതുപോലെ.